ടെർബോ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മസ്റ്റായിട്ട് വേറെ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തോണം, അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല. ടെർബോ ഉള്ള വാഹനത്തിന് ടെർബോ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ? ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, രാകേഷ് ഇതൊരു ടെർബോ വാഹനമാണ്, ഈ ഒരു ടെർബോ വാഹനത്തിന് ടെർബോ കംപ്ലൈൻറ്റ് വരുമോ? യെസ്, ടെർബോ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള ടെർബോ കംപ്ലൈൻസും ഈ ഒരു വാഹനത്തിന് വരുന്നതായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ടെർബോയുടെ ലൈഫ് കൂട്ടാൻ അഥവാ ടെർബോസിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടെർബോ വാഹനത്തിന് ഒരു രീതിക്കുള്ള കംപ്ലൈൻസും വരുന്നതായിരിക്കത്തില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ മെയിൻ കംപ്ലൈൻറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ തന്നെയാണ്. കാരണം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന ഹീറ്റ് കൂടുന്ന സമയത്താണ്. അത് ഒന്നാമത്തെ കാരണം മാത്രമാണ്. അതായത് എങ്ങനെ ഹീറ്റ് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർബോയ്ക്ക് കൂളിംഗ് പർപ്പസ് വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോ കൂളാകുന്നത് എൻജിൻ ഓയിൽ യൂസ് ചെയ്ത് തന്നെയാണ്. അതായത് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിൽ തന്നെയാണ് അതിൻ്റെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ കാര്യം, എൻജിൻ ഓയിൽ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ, അഥവാ എൻജിൻ ഓയിലിൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ, കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ, അഥവാ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസൊക്കെ ഈ പറയുന്ന എൻജിൻ ഓയിലിൽ മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് പണിയാകും. ഫോറിൻ മെറ്റീരിയൽസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും രീതിക്ക് എൻജിൻ കുറച്ചുകൂടെ സ്മൂത്ത് ആവുമെന്നൊക്കെ പറഞ്ഞ് കേട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നാളെ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്കാണ് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. ടെർബോ മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് മൂവിങ് പാർട്സുകൾ നമ്മുടെ വാഹനത്തിലുണ്ട്, അഥവാ എൻജിനിലുണ്ട്. ആ പാർട്സുകൾക്കെല്ലാം കംപ്ലൈൻ്റ് ആവും. ആ കൂട്ടത്തിൽ ടെർബോയ്ക്കും കംപ്ലൈൻറ്റ് വരും. അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം, എൻജിൻ ഓയിൽ കൃത്യമായിട്ടുള്ള സമയത്ത് റീപ്ലേസ് ചെയ്യുക. 10,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറേണ്ട എൻജിൻ ഓയിൽ ഒരു കാരണവശാലും 12,000-13,000 കിലോമീറ്റർ വരെ ഓടിക്കാൻ നിൽക്കില്ല. 10,000 മാറേണ്ട എൻജിൻ ഓയിൽ ഒരു 9,500 മാറിയാലും ഒരു രീതിക്കുള്ള പ്രശ്നമില്ല. കാരണം വാഹനത്തിൻ്റെ എൻജിൻ അത് ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ എൻജിൻ ഓയിലിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ, അതായത് എൻജിൻ ഓയിൽ മാത്രം നോക്കിയാൽ പോരാ, ഓയിലിൻ്റെ ഫിൽറ്ററും കൃത്യമായിട്ട് മാറണം. നമ്മളിപ്പം എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, എൻജിൻ ഓയിലിൻ്റെ ഫിൽറ്റർ മാറിയില്ല, ഡിലേ വരും. എൻജിൻ ഓയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഡിലേ. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ടെർബോ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻജിൻ ഓയിൽ നിലവിൽ ചെറിയ പൈപ്പാണ് ഈ വരുന്നത്. ഈ പൈപ്പിനകത്തൂടെയൊക്കെ കയറി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഡിലേ വന്നാൽ, അതായത് നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ഫിൽറ്റർ ഏതെങ്കിലും രീതിക്ക് ക്ലോഗ്ഡ് ആണെങ്കിൽ, ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ എൻജിൻ ഓയിൽ കയറി വരാൻ താമസം ഉണ്ടാകും. അങ്ങനെ താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ഓയിൽ മാറുമ്പോൾ തന്നെ ഓയിലിൻ്റെ ഫിൽറ്ററും മാറുക. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെ ഹീറ്റിൻ്റെ കാര്യമാണ്. അതായത് ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല കുക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓയിൽ, അതായത് നല്ല ചൂടായിട്ടിരിക്കുന്ന എൻജിൻ ഓയിൽ, ഈ എൻജിൻ ഓയിൽ അങ്ങനെ നല്ല ചൂടായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ടെർബോ എല്ലാം നല്ല ഹീറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു 100 അല്ലെങ്കിൽ 150 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം ഓഫ് ചെയ്യുകയാണ്. ഏറ്റവും വലിയ തെറ്റാണത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കാരണം ടെർബോ ഇല്ലാത്ത വാഹനങ്ങൾ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് അഥവാ NA വാഹനങ്ങൾക്കൊന്നും പ്രശ്നം വരുന്നില്ല. എന്നാൽ ടെർബോ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മസ്റ്റായിട്ട് വേറെ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തോണം, അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല. അതായത് വാഹനം ഒരു 100 കിലോമീറ്റർ പ്ലസ് ഒക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ, അത്രയും വരെ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ഡ്രൈവ് ചെയ്താൽ പോലും എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു മിനിറ്റെങ്കിലും, ജസ്റ്റ് 1 മിനിറ്റ് നിങ്ങളൊരു ടൈം കൊടുക്കുക. അന്നേരം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമയം കിട്ടുകയാണ്. അതായത് എൻജിൻ ഓയിൽ കൂൾ ചെയ്യാൻ വേണ്ടി തന്നെ ഓയിൽ കൂളേഴ്സ് നമ്മുടെ വാഹനങ്ങളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഓയിൽ എങ്ങനെയാണ് കൂൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കൂളൻ്റ് യൂസ് ചെയ്ത് തന്നെയാണ് ഇതും കൂൾ ചെയ്യുന്നത്. ചേമ്പേഴ്സിനകത്തോട്ട് ഈ ഓയിൽ കടത്തിവിട്ട് കൂളൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടത്തിവിട്ട് മിക്സ് ആകാത്ത രീതിയിലാണ് കൂളൻറ്റും കൂടെ കടത്തിവിട്ടാണ് എൻജിൻ ഓയിലിൻ്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ എൻജിൻ ഓയിൽ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ
ഞാൻ ഈ പറയുന്ന പോലെ ടെർബോയ്ക്കോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരത്തില്ല. ടെർബോയിൽ ഓയിൽ സർക്കുലേഷൻ മെയിനായിട്ട് വരുന്നതിൻ്റെ ബെയറിങ്സും കാര്യങ്ങളെല്ലാം ലൂബ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ബെയറിങ്സിൻ്റെ കംപ്ലയിൻസ് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോയി ഇത് നല്ല ഹീറ്റായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടായിട്ട് തന്നെ ഇരുന്ന് അതിന് കംപ്ലയിൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് ഒരു രീതിക്കുള്ള കംപ്ലയിൻസും വരുന്നതായിരിക്കത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർകൂളർ ടെർബോ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻ്റർകൂളർ വരുന്നതായിരിക്കും. ഇൻ്റർകൂളറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ ക്രാക്കോ പൊട്ടലോ വല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ എയർ വലിക്കുന്ന സമയത്ത് പൊടിയും കാര്യങ്ങളൊക്കെ, അതായത് ഫോറിൻ മെറ്റീരിയൽസ് അതിനകത്തൂടെ വാഹനത്തിനകത്തോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്, എഞ്ചിനിലോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ എഞ്ചിനിലോട്ട് കയറി കഴിഞ്ഞത് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയുടെ ഫങ്ഷനിങ് കൃത്യമാണോ, ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെർബോയുടെ വർക്കിങ്ങോ ടെർബോ ലാഗോ ഒന്നും വരുന്നില്ലല്ലോ എന്നുള്ള ഒന്ന് കൺഫേം ആക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ടെർബോ വാഹനം എടുക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതായിരിക്കും.